ഈ ജനവികാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ PMസിൻ്റെ ശ്രീ പോയിട്ട് പി പോലും ഇവിടെ ഈ കേരളത്തിൽ കൊണ്ടുവരില്ല എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. അതാണ് ജനവികാരം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിന് യോജിച്ച രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കൂല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ ഇവിടെയുള്ള പാവപ്പെട്ട പൊതുജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ജനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും. കാരണം അരി ഭക്ഷണം തന്നെ കഴിക്കുന്നത് എന്നും ന്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് കടന്നിട്ട് പറയണത് എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പറയും ചെയ്തിട്ടില്ല. നിങ്ങൾ രണ്ട് കൂട്ടർക്കും സപ്പോർട്ടുള്ള രീതിയിലാണ് വർത്തമാനം പറഞ്ഞിരിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഇനി ഈ നടക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നിൽക്കരുത്. തങ്ങന്മാരും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാക്കിനൊക്കെ ഒരു വില വേണം. നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ നിൽക്കുക, അല്ലാണ്ട് രാഷ്ട്രീയപരമായിട്ട് മാത്രം കാണരുത് മനുഷ്യന്മാരെ. അതിപ്പോൾ മതം വെച്ചിട്ട് വോട്ട് പിടിക്കുന്നത് ആയതുകൊണ്ട് പറഞ്ഞത് എന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ നിങ്ങളെ പാർട്ടി ഇങ്ങനെ ഒരു ഇത് നടത്തിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇത്രയും ആൾക്കാരെ ശാപം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് കളയാനാണ് കഴുകിയിട്ട്.